അപ്പോൾ ഇന്ന് നമുക്കൊരു കണ്ണിമാങ്ങ അച്ചാറിട്ടാലോ? അതിനുവേണ്ടി നമ്മളൊരു 3-4 മാസം മുന്നേ ഉപ്പിലിട്ട് വെച്ച കണ്ണിമാങ്ങയാണിത്. ഇനി ആ കണ്ണിമാങ്ങ നമ്മൾ 4 കഷ്ണങ്ങളെ കൊത്തി മുറിച്ചെടുക്കുകയാണ്. അതിനുശേഷം ഉരുളി ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ച് നല്ലെണ്ണ നല്ല രീതിയിലൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഗ്യാസ് ലോ ഫ്ലെയിമിലേക്കിട്ട് എരിവിന് വേണ്ടി നല്ല മുളക് പൊടിയും അതുപോലെ നിറത്തിന് വേണ്ടി നമ്മൾ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നു. പിന്നെ കായപ്പൊടിയും ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് ഇത് കരിഞ്ഞു പോവാത്ത രീതിയിൽ നല്ല രീതിയിലൊന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കുക. നല്ല രീതിയിലൊന്ന് മൂത്ത് വരുമ്പം ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് നമ്മുടെ കണ്ണിമാങ്ങയാണ് കേട്ടോ. ഇത് വഴറ്റിയെടുക്കുമ്പോഴൊക്കെ ഗ്യാസ് ലോ ഫ്ലെയിമിലിടാൻ മറക്കരുത്. കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ നമ്മളിതിലേക്ക് ഇനി കണ്ണിമാങ്ങ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഈ കണ്ണിമാങ്ങ നമ്മൾ എടുക്കുമ്പം അതിൻ്റെ ഉപ്പ് വെള്ളം പ്രത്യേകം മാറ്റി കളയാതെ സൂക്ഷിച്ച് വെക്കണം. അതാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഇളക്കി പിടിപ്പിച്ചതിന് ശേഷം ഈ കണ്ണിമാങ്ങയിട്ട ഉപ്പുവെള്ളം കൂടെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഈ ഉപ്പുവെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി ചേർക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് കടുക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കടുക് പൊടിച്ചതും ചേർത്ത് നല്ല രീതിയിൽ ഇളക്കിയതിന് ശേഷം നമ്മളിത് തണുക്കാൻ വയ്ക്കുക. ഇത് തണുത്ത് കഴിയുമ്പം ഇനി നമുക്ക് നല്ല രീതിയിൽ തണുക്കണം കേട്ടോ. ഒരല്പം പോലും ചൂടില്ലാതെ നല്ല രീതിയിൽ തണുത്ത് കഴിയുമ്പം നമുക്കിത് കുപ്പിയിലോ ഭരണിയിലോ ആക്കി സൂക്ഷിക്കാവുന്നതാണ്. ഭരണിയിലാണ് നിങ്ങൾ ഇത് സൂക്ഷിക്കാൻ പോകുന്നതെങ്കിൽ ഭരണി ഫില്ല് ചെയ്തതിന് ശേഷം നമ്മളൊരു വാഴയില എടുക്കുക. അത് നല്ല രീതിയിൽ വാട്ടിയെടുത്തതിന് ശേഷം വാഴയിലയുടെ 2 ഭാഗത്തും നമുക്ക് നല്ലെണ്ണ ഒഴിച്ച് വേണം ഇത് അടച്ചു വയ്ക്കാൻ. അപ്പം ഫസ്റ്റ് ഉള്ളിലേക്ക് വെക്കുന്ന ഭാഗത്ത് നല്ലെണ്ണ ഒഴിച്ച് ആ വാഴയിലയൊന്ന് തഴുകിയതിന് ശേഷം ഇനി പുറം ഭാഗത്തു കൂടെ നല്ലെണ്ണ ഒഴിച്ച് ഇനി അടപ്പ് വെച്ചിട്ട് പിന്നെ ഒരു തുണി കെട്ടി നല്ല ടൈറ്റായിട്ട് എയർ കയറാത്ത വിധത്തിൽ